ഹായ് ഹലോ ഇന്ന് നമുക്ക് സേമിയം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലോട്ട് വെക്കുക. അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. ഇത് ഈ ഒരു സൈസിലുള്ള സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുവപ്പിച്ചൊന്ന് എടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചോക്കുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇതാ സേമിയ ഇവിടെ നന്നായിട്ട് തന്നെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാം. ഇനി ഈ പാത്രത്തിലോട്ട് നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി പാലിലോട്ട് ചേർക്കാൻ പോകുന്നത് 3 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ്. അപ്പോൾ ഈ ഒരു 3 ടീസ്പൂൺ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിനുശേഷം നമുക്ക് പാലെടുത്തതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ഇതിലോട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ പാല് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. അപ്പോൾ നിങ്ങളടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ പകരം മൈദ എടുത്താലും മതി. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ സേമിയ കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഏലക്കായ് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു ക്രീം പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു സൈസിൽ എടുക്കുന്നെങ്കിൽ നമുക്കൊരു നല്ല ക്രീമായിട്ടുള്ള പുഡിങ്ങാണ് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയിട്ട് ഒരു കട്ട് ചെയ്യുന്ന പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രേയുടെ അടിയിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ട്രേയിലോട്ട് ഈ ഒരു പുഡിംഗ് മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ കുറേ പുഡിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. എല്ലാം നല്ല അടിപൊളി പുഡിങ്ങാണ്. ഈ ഒരു പുഡിംഗ് മിക്സർ മാക്സിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്താണ്. 1 മണിക്കൂറേ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ മോള് തിരക്കാക്കിയ കാരണം പെട്ടെന്ന് തന്നെ എടുത്താണ്. അപ്പോൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 6 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ കുറച്ചൊരു ക്രീം പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കഷ്ണം കൂടെ ഒന്ന് 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അതാണിത്. അപ്പോൾ ഇത് 6 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഇത് നല്ല കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പുഡിങ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസ് ഐറ്റം വീണ്ടും വരുന്നതാണ്. താങ്ക് യു.